ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെയും നമ്മുടെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ് MS ഓഫീസിൻ്റെ തന്നെ സെക്ഷനായിട്ടുള്ള MS എക്സലിൻ്റെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നത്തെയും ക്ലാസ്. എല്ലാവരും ശ്രദ്ധിക്കുക ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റാർട്ട്. Formulas means എന്താണ്? We can add a formula to a worksheet cell using a technique similar to adding data to a cell. അതായത് നമുക്ക് ഒരു സെല്ല്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളവും ഒരു റോയും കൂടി ചേർന്നതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ഈ ഫോർമുല സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് ആഡിങ്, ഇതവിടെ ഓട്ടോ സം എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് സമ്മ്, ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാക്സ്, മിനിമം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് സമ്മാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഈക്വൽ ടു, ഈ നമ്മൾ ലാസ്റ്റ് കള്ളിയിൽ മൊത്തത്തിലുള്ള സമ്മാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഏതിൻ്റെ ആണോ സമ്മ് കാണുന്നത് അവിടെ ലാസ്റ്റ് കള്ളിയിൽ ലാസ്റ്റ് സെല്ലിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഫോർമുല ബാർ എന്ന് പറയുമ്പോൾ ഈ FX എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്പേസ് ഒഴിഞ്ഞിട്ടുള്ളത്, ആ ഫോർമുല ബാറിൻ്റെ അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈക്വൽ സൈൻ കൊടുത്തിട്ട് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈക്വൽ നമുക്ക് എന്താണോ കാണേണ്ടത്, ഇപ്പം സം ആണെന്നുവെച്ചെങ്കിൽ സം, തുക സം, പിന്നെ ഓപ്പൺ ബ്രാക്കറ്റ്, നമുക്ക് ഏത് മുതൽ ഏത് വരെയാണോ വേണ്ടത് ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് എത്ര മുതൽ എത്ര വരെ എന്നുള്ളത്, ഫ്രമും ടൂവും. ഇപ്പോൾ ഫ്രം എന്നുള്ളത് നമുക്ക് സെല്ല് ഇവിടെ DEF ആണ്, F2 മുതൽ F9 വരെ. ദെൻ ക്ലോസ് ബ്രാക്കറ്റ്, ദെൻ എൻ്റർ. ഇങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ കിട്ടുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈക്വൽ സൈൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ എന്താ, നമുക്ക് ആവറേജ് ആണോ പെർസെൻറ്റേജ് ആണോ എന്താണോ കാണേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ക്ലോസ് ഓപ്പൺ ബ്രാക്കറ്റ്, എന്നിട്ട് റേഞ്ച് നമുക്ക് എത്ര മുതൽ എത്ര വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക. ദെൻ ക്ലോസ് ബ്രാക്കറ്റ്, ദെൻ എൻ്റർ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്താണോ ഈ ഫോർമുല ബാർ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ടു എൻഷുർ ദാറ്റ് എക്സൽ ട്രീറ്റ്സ് ദ ടെക്സ്റ്റ് ആസ് എ ഫോർമുല, ബി ഷുവർ ടു ബിഗിൻ വിത്ത് ഇൻ ഈക്വൽ സൈൻ. നമുക്കിവിടെ എന്താണോ കാണേണ്ടത് അത് ഈക്വൽ സൈൻ നമുക്ക് കൊടുക്കണം. ആൻഡ് ദെൻ ടൈപ്പ് യുവർ ഓപ്പറേറ്റ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വെൻ വി ആഡ് എ ഫോർമുല ടു എ സെൽ, എക്സൽ ഡിസ്പ്ലേസ് ദ ഫോർമുല റിസൾട്ട് ഇൻ ദ സെൽ, നോട്ട് ഫോർമുല ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫോർമുല ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് എന്താണോ കാണേണ്ടത്, പെർസെൻറ്റേജ് ആണോ, ഇനി ആവറേജ് ആണോ, സം ആണോ, എന്താണോ കാണേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഫോർമുല ബാറിൻ്റെ ആ ഗ്യാപ്പ്, ആ സ്പേസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ സൈൻ കൊടുക്കുക. ദെൻ നമുക്ക് എന്താണോ കാണേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്, ദെൻ റേഞ്ച് സെലക്ട് ചെയ്യുക, ഫ്രം ടു. ആ റേഞ്ച് എവിടെയാണോ വേണ്ടത്, ഏത് തൊട്ട് ഏത് വരെയാന്നുള്ള ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ദെൻ എൻ്റർ. അതാണ് നമ്മൾ എന്താ പറയുക ഫോർമുല സമ്മ് കണ്ടുപിടിക്കാനുള്ള സം എന്നല്ല, ഏത് ഫോർമുല ബാറിൽ നമുക്ക് ഏതാണെങ്കിലും നമുക്കതൊന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതിൽ ഫസ്റ്റ് നമ്മളിപ്പം സമ്മ് ചെയ്തു എന്നേ ഉള്ളൂ. ആവറേജ്, മാക്സിമം, മിനിമം. മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മാക്സിമം നമ്പർ ഏതാണോ അതവിടെ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഈ സെല്ലിലാണ് ക്ലിക്ക് ചെയ്തത്. ദെൻ നമുക്ക് ഇപ്പോൾ മാക്സിമം ആണ് കണ്ടതെങ്കിൽ ഈക്വൽ സൈൻ കൊടുക്കുക, മാക്സ് കൊടുക്കുക, ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്, ഇതിൽ റേഞ്ച് സെലക്ട് ചെയ്യുക, ദെൻ ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ. അപ്പോൾ ഇതിൽ മാക്സിമം എന്ന് പറഞ്ഞാൽ 98ആണ്. അത് നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചു തന്നു. അതേപോലെ തന്നെ മിനിമം എന്നുള്ളത് നമുക്ക് കാണും. ഇപ്പം മാക്സിമം കൊടുത്തുകൊണ്ട് 98 കിട്ടി. ഈ നമ്പേഴ്സിൽ മിനിമം കാണിച്ച ഏറ്റവും കുറവ് ഏതാണോ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ, ചേഞ്ച് ദ സെൽ ടെക്സ്റ്റ് കേസ്. നമ്മളിപ്പം വേർഡിലൊക്കെ സെൻറ്റൻസ് കേസ് ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച ടെക്സ്റ്റുകൾ നമുക്ക് അപ്പർ കേസ് ആക്കാം, അപ്പർ കേസിൽ ലോവർ കേസ് ആക്കാം, സെൻറ്റൻസ് കേസ് ആക്കാം. അതേപോലെ തന്നെ എക്സലിൽ നമുക്കിപ്പോൾ ഒരു വാക്ക് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പെട്ടെന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സ്മോളിൽ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പാലക്കാട് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് വലുതാക്കി എഴുതുന്നത്. ഇപ്പം നമ്മളിപ്പം പാലക്കാട് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് അപ്പർ കേസിലേക്ക് എനിക്ക് ആക്കണമെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യുക. ഇതൻ
നമ്മൾ അപ്പർ കേസാണ് ആക്കേണ്ടതെങ്കിൽ ഈക്വൽ സൈൻ കൊടുക്കണം. ഈക്വൽ, എന്നിട്ട് നമുക്ക് അപ്പർ കേസ്, സ്മോൾ ലെറ്റേഴ്സ് അല്ല ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് വേണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ അപ്പർ UPPER എന്ന് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. ദെൻ അത് കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ദെൻ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. എൻ്റർ. ഇങ്ങനെയാണ് നമുക്ക് സ്മോൾ കേസിലുള്ള ലെറ്റേഴ്സോ അല്ലെ ടെക്സ്റ്റുകൾ നമുക്ക് അപ്പർ കേസിലേക്ക് മാറ്റുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സെൻറ്റൻസ് കേസ് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വേർഡിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സലിൽ ഉള്ളൊരു സെക്ഷനാണ്, നമ്മൾ സെൻറ്റൻസ് കേസിന് പകരമുള്ളതാണ് അപ്പർ കേസ്, സ്മോൾ വരുന്നതിന് ലോവർ കേസ്, ദെൻ പ്രോപ്പർ കേസ്. അങ്ങനെ 3 സെക്ഷനാണുള്ളത്. അപ്പർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്മോൾ ലെറ്റേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ സൈൻ കൊടുക്കുക. ദെൻ അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പർ എന്ന് കൊടുക്കുക. എപ്പോഴും ക്ലോസ് ബ്രാക്കറ്റ്, അതായത് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും ആണ്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് ചെയ്യേണ്ടത്. ദെൻ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. ഇൻവെർട്ടഡ് കോമ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് നമുക്ക് ഏത് വാക്കാണോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കേണ്ടത് അത് നമ്മൾ കൊടുക്കുക. ദെൻ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ദെൻ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ എൻ്റർ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഇത് നമുക്ക് സ്മോൾ ലെറ്റേഴ്സിലേക്കാണ് ആക്കേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ലോവർ കേസ് ആണെങ്കിൽ ലോവർ LOWER കൊടുക്കുക. ദെൻ എൻ്റർ. കണ്ടോ നിങ്ങളതിൻ്റെ ലോവർ കേസ് എന്ന് പറയുമ്പോൾ ലോവർ കൊടുക്കുക. ദെൻ എന്താണോ വേണ്ട ആ വേർഡ് അവിടെ ടൈപ്പ് ചെയ്യുക. ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലോവർ കേസ് കാണാം. സ്മോൾ ലെറ്റേഴ്സ് അപ്പർ ആണെച്ചെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ദെൻ പ്രോപ്പർ കേസ് ആണെച്ചാൽ നമുക്ക് ആദ്യത്തെ അക്ഷരം മാത്രം സെൻറ്റൻസ് കേസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് വരും. പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ, നമുക്ക് ഡേറ്റും ടൈമും, ഇന്നത്തെ ഡേറ്റും ടൈമും കാണാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഡേറ്റ് മാത്രമേ കാണുള്ളൂ. ദെൻ നമുക്ക് നൗ ഫംഗ്ഷൻ ആണെച്ചാൽ ഡേറ്റും ടൈമും കാണും. ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇന്നത്തെ ഡേറ്റ് കാണേണ്ടതെങ്കിൽ ഞാനിവിടെ ഈ സെല്ലിൽ പ്രസ് ചെയ്തു. ദെൻ ഈക്വൽ കൊടുത്തിട്ട് ഈക്വൽ ടുഡേ എന്ന് കൊടുക്കുക. ഓപ്പൺ ബ്രാക്കറ്റ്, അതായത് ഓപ്പണും ക്ലോസും ഒരുമിച്ച് കൊടുക്കുക. എൻ്റർ. ഇന്നത്തെ ഡേറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഡേറ്റ് ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ 27/4/2020, അതായത് ഡേറ്റ് മന്ത് ഇയർ ആണ്. ഇതിൽ നമ്മൾ ഇതിൽ കിടക്കുന്ന ആ ഫംഗ്ഷൻ കാരണമാണ്. അതിലത്തെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. എന്നാലാണ് നമുക്ക് 27/4/2020 എന്ന് കാണുന്നുള്ളൂ. ഇതിലിപ്പോൾ 4/27/2020 എന്ന് കാണുന്നത്. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ, ഇന്നത്തെ ഡേറ്റ് മാത്രം കാണാനുള്ളതാണ് ടുഡേ ഫംഗ്ഷൻ. ഇത് നമുക്ക് ഇന്നത്തെ ടൈമും ഡേറ്റും ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ നൗ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക. ഈക്വൽ സൈൻ കൊടുക്കുക. ഈക്വൽ നൗ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. ഇപ്പോഴത്തെ ടൈമും അതേപോലെ തന്നെ ഇന്നത്തെ ഡേറ്റ് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ. ടുഡേ ഫംഗ്ഷൻ മീൻസ് ഡേറ്റ് മാത്രം. നൗ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റും ടൈമും കാണിച്ചു തരും. ഓക്കെ. ഇത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ഇതിലിപ്പോൾ നമുക്ക് വേർഡിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ആകെ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് അങ്ങനെ 3 ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ എക്സലിൻ്റെ നമുക്കറിയാം ഇത് കൂടുതലായിട്ട് നമ്മൾ ന്യൂമറിക് വാല്യൂസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ കൂടുതലായിട്ടും ന്യൂമറിക് വാല്യൂസ്, നമ്പർ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ലെഫ്റ്റും സെൻറ്ററും റൈറ്റും ഉണ്ട്. അത് കൂടാതെ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും മുകളിലായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ളൂ, അതുപോലെ തന്നെ ഒരു പേജിൻ്റെ സെൻറ്ററായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതും ഏറ്റവും മുകളിലാക്കിയിട്ടുള്ളത്, അതുപോലെ ആ പേജിൻ്റെ ആ സെല്ലിൻ്റെ തന്നെ താഴെയായിട്ട് എഴുതണം. അങ്ങനെ 3 ഓപ്ഷൻസും കൂടി എക്സ്ട്രാ വരുന്നത്. നമുക്ക് ഏതാണോ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു സെല്ലെടുത്തു. ഈ സെല്ലെടുത്തിട്ട് നമ്മളിപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത് സെല്ല്. പാലക്കാട് എന്നുള്ളത് ഞാൻ എഴുതുമ്പോൾ എനിക്ക് മുഴുവനായിട്ടും ഇത് കാണുന്നില്ല. ഇത്ര ഭാഗമാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു സെല്ല്, അടുത്ത സെല്ല്, പിന്നത്തെ സെല്ല്, അതൊരു 4 സെല്ലിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് സ്പേസ് ഒന്നും പോവാതെ തന്നെ ഇതൊരൊറ്റ സെല്ലായിട്ട് കിട്ടണം. അത് മെർജ് ചെയ്യണം നമുക്ക്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് ഫുള്ള് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഫോർമാറ്റ് സെല്ല് ഹോമിലും ഉണ്ട്. ഫോർമാറ്റ് സെല്ല് പോവുക. ദെൻ ഇവിടെ നമ്മൾ നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ, പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരു 6 ഓപ്ഷൻ വേറെയും ഉണ്ട്. നമ്മൾ അലൈൻമെൻറ്റ് എടുക്കുക. അലൈൻമെൻറ്റ് എടുത്തതിന് ശേഷം മെർജ് സെല്ല് കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഗ്യാപ്പൊന്നും നമുക്ക് പോകുന്നില്ല. ഇത് ഒറ്റ ഈ 4 സെല്ലും നമുക്ക് ഒറ്റ സെല്ലായിട്ട് മെർജ് ചെയ്തിട്ട് ഒരു സെല്ലായിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇൻ കേസ് നമുക്ക് ചിലപ്പോഴൊക്കെ സീരിയൽ നമ്പറൊക്കെ നമുക്ക് വേണ്ടി വരും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീരിയൽ നമ്പറിന് നമുക്ക് സ്പേസ് പോവാതെ നമുക്ക് SL മുകളിലും NO എന്നുള്ളത് താഴെയും വരണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ചെയ്യുന്നുണ്ട്. SL എന്ന് കൊടുക്കുക, ദെൻ നമുക്ക് സീരിയൽ നമ്പറാണ് NO എന്നുള്ളത് ഞാൻ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ 2 സെല്ലിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒറ്റ സെല്ലിലായിട്ട് വരണമെങ്കിൽ ചൂടെ വരണമെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെല്ല് പോവുക, ദെൻ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പം ആ സെല്ലിൽ തന്നെ തൊട്ട് താഴെയായിട്ട് വരും. ഓക്കെ, അപ്പോൾ തൊട്ട് താഴെയായിട്ട് ഒരു സെല്ലിൽ തന്നെ തൊട്ട് താഴെയായിട്ട് വരുന്നെങ്കിൽ സീരിയൽ നമ്പർ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെല്ല് പോവുക, ദെൻ അലൈൻമെൻറ്റിൽ റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പം വേർഡിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ ഹൊറിസോണ്ടലൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് ഇതിൽ ഈ എക്സലിൻ്റെ ഷീറ്റിലാണെന്ന് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് പറഞ്ഞൊരു ഓറിയൻറ്റേഷൻ സ്പേസ് കാണുന്നുണ്ട്, അതിൽ ഡിഗ്രിയാണ്. നിങ്ങൾ എങ്ങനെയാണോ ഇതിൽ തിരിച്ചു വെക്കേണ്ടത് അത് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പം ആ ഡയറക്ഷനിലാണ് നമ്മുടെ എഴുത്ത് നിൽക്കുക. ഫോർമാറ്റ് സെല്ല് എടുക്കുക, ഫോർമാറ്റ് സെല്ലിൽ നമുക്ക് ഇവിടെ കുറച്ച് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലേതാണോ വേണ്ടത് ടെക്സ്റ്റിൻ്റെ ഓറിയൻറ്റേഷൻ അത് നമ്മൾ ഡിഗ്രി സൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 90 ഡിഗ്രി ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് നിൽക്കും ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് നിൽക്കും, ഹൊറിസോണലായിട്ട് നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ ഫോർമാറ്റ് സെല്ലിൽ എടുത്തു കഴിയുമ്പം നമ്പർ വൈസ് ഉണ്ട്, അതിൽ നമ്മൾ നമുക്ക് ചില നമ്പേഴ്സൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങൾക്ക് ഡേറ്റുകളൊക്കെ ഞാൻ കാണിച്ചു തന്നു, അത് ഒന്നുകൂടി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈക്വൽ സൈൻ എടുത്തിട്ട് ടുഡേ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. ടുഡേ ഫംഗ്ഷൻ കൊടുത്തു, ഓപ്പൺ ബ്രാക്കറ്റ് സ്മോൾ ബ്രാക്കറ്റ് ദെൻ എൻ്റർ. ടുഡേ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഡേറ്റ് മാത്രം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഫോർമാറ്റ് സെല്ലിൽ പോയി ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സൈസ് കൂട്ടിയിട്ടിരിക്കുന്നത്. ജനറൽ ഫോം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഇതാണുള്ളത്. ആ സമയം നമ്പർ ഫോം എന്ന് പറയുമ്പോൾ നമ്പറിൽ നമ്മൾ പോയിന്റ് ചെയ്തിട്ട് വരാനുള്ളതാണ്. കറൻസി ഇത് ഡേറ്റ് ഫംഗ്ഷന് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് തിരിച്ചിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുക. ദെൻ ഓക്കെ, ഇതാ 27 ഏപ്രിൽ 2020. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണോ നമ്മളെ പ്രോപ്പർട്ടീസ് വേണ്ടതെങ്കിൽ അത് കൊടുക്കുക. അതിനനുസരിച്ച് നമ്മളിവിടെ കാറ്റഗറി ചേഞ്ച് ചെയ്താൽ മതി, ടൈപ്പ് സൈസും. നെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റിന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞതാണ് റാപ്പ് ടെക്സ്റ്റും മെർജ് സെല്ലുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഫോണ്ടാണ്. ഫോണ്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് ഏതാണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാം. സൈസ്, ദെൻ എഫക്റ്റ്. ബോർഡർ ആണെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡർ യൂസ് ചെയ്യുന്നത് ഞാൻ വേർഡിൽ എടുത്ത് തന്നിരുന്നു. ഇതിലും നമുക്ക് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. പേജിന് ബോർഡറാണ് അത് സെറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൽ അടുത്തൊരു കാര്യം പറയാനുള്ളത് ഫോർമാറ്റ് സെല്ലിൽ കളർ ഫില്ല് ചെയ്യാം. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിലാണോ കളർ വേണ്ടത് അത് ഓക്കെ കൊടുത്തു കഴിയുമ്പം ആ ഒരു സെല്ലിൽ മാത്രം നമുക്ക് കളർ ഫില്ല് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു വെറും പ്ലെയിൻ പേജ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് നമുക്ക് ഈ കള്ളി തിരിച്ചിട്ട് ബോക്സ് ആക്കി തിരിച്ച് കാണണമെങ്കിൽ നമ്മളിവിടെ എവിടെയാണോ നമുക്ക് വേണ്ടത് അതിൽ സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് ഈ ഫോണ്ടിൻ്റെ അവിടെ തന്നെ ഇത് കണ്ടോ ബട്ടൺ ബോർഡേഴ്സ് ഉണ്ട്. അതായത് ഫോണ്ടിൽ തന്നെ ഫോണ്ടിൽ തന്നെ ഇതിൽ ബോട്ടം ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോക്സ് അങ്ങനെ കാണാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഒരു ബോക്സ്. അതേപോലെ മൊത്തത്തിൽ നമുക്ക് ടേബിൾ വേണമെങ്കിൽ മൊത്തം സെലക്ട് ചെയ്യുക, ഫുള്ളി സെലക്റ്റഡ്. ദെൻ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് നമ്മൾ ഒരു ഔട്ട്ലൈൻ മാത്രമാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അത് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ഹോമിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോർമുലാസ് ഇതുവരെ നോക്കി. ഫോർമുലാസിൻ്റെ ഓട്ടോ സം ഇത് നമുക്ക് എക്സാം ചോദിക്കുന്നതാണ്. ഓട്ടോ സം എന്നുള്ള ഓപ്ഷൻ മൊത്തത്തിൽ നമുക്ക് ആഡിങ്, ആവറേജ്, മിനിമം, മാക്സിമം അങ്ങനെ മോർ ഫങ്ഷൻസ് എല്ലാം കൂടി കാണിക്കുന്നതാണ് ഓട്ടോ സം. ഇതിൻ്റെ ചിഹ്നം ഓർത്ത് വയ്ക്കുക, എപ്സിലോൺ ആണ്. എപ്സിലോൺ മോഡലിലാണ് അതിൻ്റെ ചിഹ്നം വരുന്നത്. അതുപോലെ തന്നെ
നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സമ്മ്, ആവറേജ് എല്ലാ ഫങ്ഷൻസും ഇവിടെ ഉണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ളത്, ലോജിക്കലായിട്ടുള്ളത്, ആൻറ്റി ഫോൾസ് അങ്ങനത്തെ ഉള്ളത്, അതുപോലെ ടെക്സ്റ്റ്, പിന്നെ ഡേറ്റ് ആൻഡ് ടൈം, ഇതെല്ലാ ഓപ്ഷൻസും 2010-13 വേർഷനുള്ളതാണ്. കുറച്ച് ഓൾഡ് ആണെന്നുവെച്ചെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ നമുക്ക് മെനുവിൽ കാണില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിൽ എല്ലാ ഓപ്ഷൻസും നമുക്ക് 2010-ലോ അതോ 10-ന് ശേഷമുള്ള എല്ലാത്തിലും നമുക്ക് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ബാക്കിയെല്ലാം സെയിം, നമ്മൾ വേർഡിലെ പോലെ തന്നെ പേജ് എടുക്കുന്നത്, അതുപോലെ തന്നെ സോർട്ട് ചെയ്യുന്നത്, അസെൻഡിങ് ഡിസെൻഡിങ് എന്നുള്ളത്. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ വരുന്നത് ഫിൽറ്ററാണ്. നമ്മളിപ്പം ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ മാത്രം നമുക്ക് താഴത്തേക്ക്, ചിലപ്പം കുറച്ച് പേരുകളാണെങ്കിൽ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സെക്ഷൻ ഉണ്ടായ ഒരു സെക്ഷൻ മാത്രമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ റിവ്യൂവിൽ നമ്മളിപ്പം സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ ചെക്കിങ്. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് ഷീറ്റ്. നമ്മളിപ്പം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇനി ഒന്നും ചേഞ്ചസ് വരുത്തണ്ട എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഷീറ്റ് കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് കൂടുതലായിട്ട് അതിൽ ആഡ് ചെയ്യാനോ ഒന്നും മൂവ് ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയില്ല. ആഡ് ചെയ്യാനൊന്നും നമുക്കിതിൽ കൂടുതലായിട്ട് നമുക്ക് പറ്റില്ല. അൺപ്രൊട്ടക്റ്റഡ് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കവിടെ ആഡിങ് എല്ലാം നടക്കുന്നുള്ളൂ. പിന്നെ വ്യൂ ആണ്. വ്യൂവിൽ നോർമൽ പേജാണത്. പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ പേജ് കൊടുത്താലും ഇവിടെ ഡോട്ടർ ലൈൻസ് കാണാവുന്നതാണ്. പേജ് ബ്രേക്ക് ആണത്. അതുപോലെ തന്നെ പേജ് ലേ ഔട്ട്, കസ്റ്റം വ്യൂവേഴ്സ്, ഫോർമുല ബാർ, ഹെഡിങ്സ്, ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നിറയെ ഇങ്ങനത്തെ ലൈൻസ് ഉള്ളതിനാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സൂമിങ്, നമ്മുടെ പേജിൻ്റെ 100% ഉള്ളത് സൂം 100%ലാണ് ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വേർഡിലും ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ എക്സലുള്ളത്. ഇതിൻ്റെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ഫയലാണെന്നുണ്ടെങ്കിൽ ഇത് .xls ആണ്. ഇതിൻ്റെ സേവ് ചെയ്യുമ്പം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .xls എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. വേർഡ് ഫയലാണെങ്കിൽ .doc. ഇത്രയും കാര്യങ്ങളാണ് വേർഡിലും എക്സലിലും കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമുക്ക് പവർ പോയിൻ്റ് സെക്ഷനാണ്. നമുക്ക് പവർ പോയിൻ്റ്, നമ്മളിപ്പോൾ വേർഡ് കഴിഞ്ഞു, എക്സൽ കഴിഞ്ഞു, നെക്സ്റ്റ് പവർ പോയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം, ഇതൊരു PPT പ്രസൻറ്റേഷൻ, പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ്. പവർ പോയിൻ്റ് മീൻസ് എന്താ, നമുക്ക് സ്ലൈഡ്സ് ആയിട്ട് കാണാൻ കഴിയാവുന്നതാണ്. PowerPoint includes all of the features you need to produce professional looking presentation. When we create a powerful presentation, PowerPoint presentation, it is made up of a series of slides. നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു സ്ലൈഡ്സ്, നമ്മളിപ്പം ഇവിടെ ഒന്നേ ഉള്ളൂ. നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ സ്ലൈഡ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ Ctrl+M കൊടുത്താൽ മതി. കുറേ സ്ലൈഡ്സുകൾ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പേജുകൾ, നമ്മളിപ്പം വേർഡിലൊക്കെ പേജ് അടിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഓരോ സ്ലൈഡ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആനിമേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനും എല്ലാം സെറ്റ് ചെയ്തിട്ട്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻസേർട്ട് ചെയ്യാം. പുതിയതായിട്ട് നമുക്ക് ആ പേജിൽ തന്നെ ടേബിളോ ഇനി പിക്ചേഴ്സോ ഇൻസേർട്ട് ചെയ്യാം, ദെൻ ഡിസൈൻ ചെയ്യാം, ആനിമേഷൻ ചെയ്യാം, സ്ലൈഡ് ഷോ ചെയ്യാം, ടൈമിംഗ് അറേഞ്ച് ചെയ്യാം, സൗണ്ട് മ്യൂസിക്കോ ഇല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ നമുക്ക് അതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ മേഡ് അപ്പ് ഓഫ് എ സീരീസ് ഓഫ് സ്ലൈഡ്സ്. ദിസ് സ്ലൈഡ്സ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഓഡിയൻസ്. ദിസ് ഇൻഫർമേഷൻ ക്യാൻ ഇൻക്ലൂഡ് ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ചാർട്ട്സ്, വീഡിയോ ആൻഡ് സൗണ്ട്സ്. അതായത് നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഇടയ്ക്ക് പിക്ചർ ആയിരിക്കാം, ചിലപ്പോൾ ചാർട്ടായിരിക്കാം, വീഡിയോ ആയിരിക്കാം, ടെക്സ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഏത് ഓപ്ഷനിൽ വേണമെങ്കിലും നമുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലൈഡ്സ്, ഇതിൻ്റെ സ്ലൈഡ്സ് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് സീരീസ് ഓഫ് സ്ലൈഡ്സ്. ഓരോ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ഒരുപാട് സ്ലൈഡ്സുകളായിട്ടാണ് നമ്മളിപ്പം കൂട്ടിയിണക്കിയിരിക്കുന്നത്. ടു ബിഗിൻ ക്രിയേറ്റിംഗ് എ സ്ലൈഡ് ഷോ യു വിൽ നീഡ് ടു നോ ദ ബേസിക് ഓഫ് വർക്കിംഗ് വിത്ത് സ്ലൈഡ്സ്. You will need to feel comfortable with tasks such as inserting a new slide, changing the layout of slide, arranging the existing slides, changing the slide view and adding notes to a slide. ഇത്രയും അതായത് നമുക്ക് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ക്ലിപ്പാർട്ടാണോ, പിക്ചറാണോ, ഇനി അങ്ങനെ മ്യൂസിക് ആണോ, എല്ലാം നമുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ഒരു സ്ലൈഡ് എടുത്തു. ഞാനതിൽ ഹെഡിങ് എനിക്കിപ്പോൾ അവിടെ കൊടുക്കണമെങ്കിൽ
ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഇടുന്നുണ്ട് കാണാൻ തരത്തിൽ. പിന്നെ ഇതിൽ നമുക്ക് ഇത് ഫസ്റ്റ് സ്ലൈഡ് നമ്മളിപ്പം ഹെഡിങ് കൊടുത്തു. എനിക്കതിനെ മൂവ് ചെയ്തിട്ട് മുകളിലേക്കോ സൈഡിലേക്കോ നമുക്ക് നീക്കാൻ പറ്റും. അതുപോലെ തന്നെ സബ് ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ സബ് ടൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സബ് ടൈറ്റിൽ ഞാൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. സബ് ടൈറ്റിൽ കൊടുത്തു. അതിന് നമുക്ക് കളർ വേണമെങ്കിൽ കളർ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്സ് ഞാൻ പോകുന്നതിൽ തന്നെ നമുക്ക് അടുത്ത സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ Ctrl+M കൊടുത്ത് നെക്സ്റ്റ് സ്ലൈഡ് കൊടുത്തു. അപ്പോൾ പുതിയ സ്ലൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് Ctrl+M ആണ്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം, ക്ലിപ്പാർട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ ഷേപ്പാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ ഷേപ്പിന് നമുക്ക് വേണമെങ്കിൽ ബാക്കി വേർഡിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് 3D സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എഴുത്തിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ദെൻ നമുക്ക് ഇതിലിപ്പം ഇൻസേർട്ട് കഴിഞ്ഞ് നമ്മൾ ഓപ്ഷൻസ് ഏതാണോ വേണ്ടിച്ച് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നമുക്ക് ഡിസൈൻ ഏത് ഡിസൈനാണ് നമ്മുടെ പേജിന് വേണ്ടതെങ്കിൽ നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ മോഡലിലായിരിക്കും എല്ലാ സ്ലൈഡ്സും ഉണ്ടായിരിക്കും. മെയിൻ സ്ലൈഡ്സിന് മാത്രം കുറച്ച് സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ബാക്കി എല്ലാ സ്ലൈഡ്സും അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഡിസൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ സെറ്റ് ചെയ്യാം. ആനിമേഷൻ മീൻസ് ആ പേജിനൊരു ആനിമേഷൻ നിങ്ങൾക്ക് പേജ് മൊത്തത്തിലാണ് ഏത് ടൈപ്പ് ആനിമേഷൻ ആണെന്ന് നിങ്ങളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പല ടൈപ്പ് ആനിമേഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ആനിമേഷൻ വരുന്ന സ്പീഡ് നമുക്ക് ഫാസ്റ്റാണ് ഇതിൽ കിടക്കുന്നത്. നിങ്ങൾ സ്ലോ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ മീഡിയം ആക്കി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺ മൗസ് ക്ലിക്കാണ്. ഓൺ മൗസ് ക്ലിക്ക് എന്ന് പറയുമ്പം അടുത്ത സ്ലൈഡ്സ് വരുമ്പം മൗസ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത സെക്ഷൻ വരും. നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് കൊടുക്കുക. അതിൽ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ കൊടുത്താലാണ് നമുക്ക് കുറച്ച് നേരം നിൽക്കുള്ളൂ. അപ്ലൈ ടു ഓൾ സ്ലൈഡ്സ് കൊടുക്കുക. ദെൻ സ്ലൈഡ് ഷോ എന്ന് പറയുമ്പോൾ F5 ആണ്. F5 ഇവിടെയുണ്ട് സ്ലൈഡ് ഷോ എന്നുള്ളത്. നമ്മളതിൻ്റെ ഷോർട്ട് കീ F5 ആണ്. F5 കൊടുക്കുക. ദെൻ നമുക്ക് സ്ലൈഡ്സ് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഒരു പേജിന് മാത്രം മൊത്തത്തിൽ വരുന്നതാണ് ഈ ആനിമേഷൻ എന്ന് പറയുന്നത്. നമുക്കത് ഓരോ സെക്ഷൻ ഒരു എഴുത്തിന് മാത്രമായിട്ട് ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. എവിടെയാണോ നമുക്ക് വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക. ദെൻ കസ്റ്റം ആനിമേഷൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ആനിമേഷനിൽ നമുക്ക് ആഡ് എഫക്റ്റിൽ ഏത് മോഡലാണോ നമുക്ക് വേണ്ടതെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ഏതിനാണോ വേണ്ടത് അത് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് ഓരോ ഫംഗ്ഷനോ നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോ സെക്ഷനും നമുക്ക് ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ബോക്സ് മോഡൽ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ F5 ആണ്. അതിന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ വ്യൂ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് F5 ആണ്. ഇത് നോർമൽ സ്ലൈഡാണ്. സ്ലൈഡ് സോർട്ടർ എത്ര സ്ലൈഡ്സ് ഉണ്ടോ അത് നമുക്ക് സ്ലൈഡ് സോർട്ടർ വഴി കാണാം. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇതിലിപ്പം സ്ലൈഡ് നോട്ട്സ് സ്ലൈഡ് മാസ്റ്ററിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് എടുത്ത് നോക്കാം. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് എല്ലാം എവറിത്തിങ് ഈസ് വേർഡ് ആൻഡ് നമ്മൾ വേർഡിൽ പോലെ തന്നെയാണ് എല്ലാതും. കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ട്. വേർഡിലാണെന്ന് വെച്ചാൽ നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യാം. ലെറ്ററായിട്ടും നമ്പേഴ്സായിട്ടും ഒക്കെ എല്ലാ തരത്തിലും നമുക്ക് ലെറ്റർ മോഡൽ A4 മോഡൽ A3 മോഡൽ ടേബിൾ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സലിലാണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ചാർട്ട് ഡയഗ്രാം കൂടുതലായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ടൈപ്പ് ചെയ്യാൻ എളുപ്പമുള്ളത് എക്സലിലാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സമ്മ് ആവറേജും ഒക്കെ കാണാൻ പറ്റുന്നത്. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈഡ്സ് ആയിട്ട് എന്താ പറയുക റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയാനുള്ളത് സ്ലൈഡ്സിൽ നമുക്ക് ഇതിൻ്റെ ഈ സേവ് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ .ppt ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 2-3 എണ്ണത്തിൽ നമുക്ക് കാര്യമായിട്ട് വരുന്നത്. ഇതെല്ലാം തന്നെ ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് സൂമിങ് ഉണ്ട്. ഇതെല്ലാം പഴയ പോലെ തന്നെ വേർഡിലത്തെ പോലെ തന്നെ എല്ലാറ്റിൻ്റെയും മെയിൻ വരുന്നത് വേർഡിലാണ് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ബാക്കി എല്ലാറ്റിലും കുറച്ച് സെപ്പറേഷൻസ് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പവർ പോയിന്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം എം എസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ്. അതിൽ 3 സെക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. വേർഡ്, അതുപോലെ തന്നെ എക്സൽ, അതുപോലെ തന്നെ പവർ പോയിന്റ്. ആ 3 സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും
കാര്യങ്ങൾ എടുത്തതിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.